بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله عليه وعلى آله وصحابه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلينا وعلى ذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا رب تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق إنما الأعمال بالنيات والعاقبة للمتقين. ഇനി വിത്ർ നിസ്കാരത്തിന്റെ സമയം പറയുന്നത് വഖ്തുഹു അൽ വിത്രി ബഅദ സലാത്തിൽ ഇശാഇ വ തുലൂഇൽ ഫജ്രിന. വിത്റിന്റെ സമയം ഇശാ നിസ്കരിച്ചതിന്റെ ശേഷം. ബൈന സലാത്തിൽ ഇശാഇ എന്ന് പറയുമ്പോൾ ഇശാ നിസ്കരിക്കണമല്ലോ. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചാണ് എന്ത് സമയം വരുന്നത്. ഒരാളെപ്പോഴാണോ ഇഷാസ്കരിക്കുന്നത് അത് മുതൽ തുലൂഉൽ ഫജ്രി ഫജ്ർ വെളിവാകുന്നവരെയാണ്. അപ്പോൾ ചില സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യും, ഈ റമദാനിലൊക്കെ ഇമാമ് തറാവി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പള്ളിയിൽ വരിക. തറാവീൻ്റെ വക്തും അങ്ങനെ തന്നെയാണ്, ഏത് വിത്തറിൻ്റെ വക്ത് പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ ശേഷം വരും. അപ്പോൾ തറാവി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താക്കും, ബന്ധങ്ങ് തുടരും. ഇഷാസ്കരിച്ചിട്ടുണ്ടാവില്ല, പിന്നെ പോയി ഇഷാസ്കരിക്കുക. അത് ശരിയാവില്ലല്ലോ. അല്ലെങ്കിൽ അവസാനം കുട്ടികളൊക്കെ കണ്ടില്ലേ, ചിലപ്പോൾ അവസാനം എന്തിൽ വന്ന് തുടരും, ബിത്തറിൽ വന്ന് തുടരും. ഇമാമ് വിത്തറിസ്കരിക്കുകയായിരിക്കും, ബിത്തറിൽ വന്നാണ്ട് തുടരും, ഇഷാസ്കരിച്ചിട്ടുണ്ടാവില്ല. അത് പറ്റൂല. ഓരോരുത്തർക്കും ഇഷ നിസ്കരിക്കണം. വലോബായതൽ മഗ്രിബ്, ഇഷ നിസ്കരിക്കുന്നത് മഗ്രിബിന്റെ ഇഷ നിസ്കരിച്ചാലും ഫി ജമ്മി തഖദീമിന്റെ ജമ്മാക്കുമ്പോൾ മഗ്രിബ് നിസ്കരിച്ച് ഉടനെ ഇഷ നിസ്കരിച്ചല്ലോ, എന്നാൽ പിന്നെ അപ്പോൾ തന്നെ വിത്തർ നിസ്കരിക്കുക. തുലൂഉൽ ഫജ്രിൽ ഖബർ സഹീഹ് ബിദാലിക, സമയം ഇതാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഹദീസ് വന്നിട്ടുണ്ട്. വഖ്തു ഇഖ്തിയാരി, ഇതിൽ മുഖ്താറായ വക്തുണ്ട്. അത് ഏതുവരെ? ഇഖ്തിയാറിന്റെ വക്ത് ഇലാ സുലുസുല്ലൈൽ. ഇഖ്തിയാറിന്റെ വക്ത് എന്ന് പറഞ്ഞാൽ അഫ്ളൽ സമയമാണല്ലോ, അത് സുലുസുല്ലൈൽ വരെയാണ്. അത് സുലുസുല്ലൈൽ എന്ന് പറഞ്ഞത് ആരുടെ ഹഖ്? ഫി ഹഖി മല്ലാ യുരീദു തഹജ്ജുദൻ ഔ ലം യഅ്തദിൽ ഇസ്തിഖാല ആഖിറൽ ലൈലി. തഹജ്ജുദ് നിസ്കരിക്കാൻ വിചാരിക്കാത്തവർക്കാണ് എന്ത് സുലുസുല്ലൈൽ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ശേഷം പറയുന്നുണ്ട് എന്താണ്, ആഖിറു സ്വലാത്ത് ആക്കലാണ് സുന്നത്ത് എന്ന് ശേഷം പറയുന്നുണ്ട്. പിന്നെ ആവുലം യഅ്തദിൽ ഇസ്തിഖാല, അല്ലെങ്കിൽ തഹജ്ജുദൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇവൻ എന്തില്ല, അവസാനം ആഖിറുൽ ലൈലിൽ ഉണരും എന്ന് എന്തില്ല, പതിവില്ല. ഇടക്കൊക്കെ എന്തായി പോവും, ഉറങ്ങിപ്പോവും. അപ്പോൾ ഉണരുന്ന എല്ലാ ദിവസവും നിസ്കരിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഉണർന്ന നിസ്കരിക്കണം എന്ന് ഉദ്ദേശമുണ്ട്. അപ്പോഴും എന്തില്ല, ഈ പറഞ്ഞ പിന്നെ അപ്പോഴും ഈ സുലുസുല്ലൈൽ വരെയുള്ളൂ ഇഖ്തിയാറിന്റെ വക്ത്. അപ്പം അതിനു മുമ്പ് നിസ്കരിക്കണം എന്നർത്ഥം. ഇനി വലോ ഖറജൽ വക്തു, ഈ സമയം കഴിഞ്ഞാലോ, ഖളാ കിട്ടുന്നതോ, ജാസലഹു ഖളാഉഹു, അപ്പോൾ ഇവന് ഖളാ കിട്ടൽ ജായിസാണെന്ന് പറഞ്ഞത് എപ്പോ? അതായത് ഈ ഇശാന്റെ ശേഷം വേണം അതാ ആയി നിസ്കരിക്കുക എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഖളാ വീട്ടുമ്പോൾ ഇശാന്റെ മുമ്പ് നിസ്കരിക്കാൻ പറ്റുമെന്ന്. അതായത് ഇശാസ്കാരവും ഖളായി, ബിത്തറും ഖളായി. ഇവന് ആദ്യം വിത്തർ നിസ്കരിച്ചിട്ട് പിന്നെ ഇശാസ്കരിക്കുക, രണ്ടും കൂടി ഖളാവുമ്പോൾ അങ്ങനെ ഖളായിൽ ഈ തബഈയത്തുണ്ടോ ഇല്ലയെന്നാ? ഇല്ലാന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് പിന്നെ പറയുന്നുണ്ട്. ജാസലഹു, ഇവന് ജായിസാണ് ഖളാഉഹു, ആ വിത്തറിനെ ഖളാ വീട്ടാം. ഖബലൽ ഇശായി എന്ന് പറഞ്ഞാൽ ഇശാ ഖളാ വീട്ടുന്നതിന് മുമ്പ് വിത്തർ ഖളാ വീട്ടാം. ഏതുപോലെ റവാത്തിബിൽ ബഅദിയ്യത്തി, ബഅദിയായ റവാത്തിബിനെ ഖളാ വീട്ടും പോലെ. അതായത് ലോഹ്റുസ്കാരം ഖളായി, എന്നാൽ ലോഹർ ഖളാ വീട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ലോഹറിന്റെ ശേഷമുള്ള സുന്നത്ത് ഖളാ വീട്ടുക. ഇത് പറ്റും എന്ന് ജാസാന
അലാമ റജ്ജഹു ബഅ്ദുഹും. ചില ഇമാമിങ്ങൾ അങ്ങനെ തർജീഹാക്കിയിട്ടുണ്ട്. അത് അലാമ പറഞ്ഞപ്പോൾ തന്നെ തബരിയാണല്ലോ. ഇത് ജായിസാന്ന് പറഞ്ഞാൽ ഇല്ലത്ത് പറയുന്നത് ഖസ്റല്ലി തബഇയ്യത്തി അലൽ വക്തി, അതായത് ഇശാനിസ്കാരത്തിനെ തുടർന്നു വരണം എന്ന് പറഞ്ഞാൽ തബഇയ്യത്തിനെ ഖസ്റാക്കിയതിനു വേണ്ടി അതിനെ പരിമിതപ്പെടുത്തി. എന്തിന്റെ മേൽ? അലൽ വക്തി, ആ സമയത്തിന്റെ മേൽ പരിമിതപ്പെടുത്തി. അപ്പോൾ അത് അതായ സമയത്താവുമ്പോഴാണ് എന്ത് വേണ്ടത്? ഇഷാന്റെ ശേഷം എന്ന് പറഞ്ഞത് അതായ സമയമല്ല, ഖളായി കഴിഞ്ഞാൽ പിന്നെ തബഇയ്യത്തില്ലാന്ന വഹുവ ഈ പറഞ്ഞത്. അതായത് ഈ ജായിസാണ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആ കസറാക്കല് ഈ തബഇയ്യത്തിനെ വക്തിന്റെ മേൽ പരിമിതപ്പെടുത്തുക എന്നുള്ളത് തഹക്കും പോലെയാണ്. അതൊരു ദലീലില്ലാത്ത എന്താണ്, തെളിവില്ലാത്ത വാദം പോലെ. ബൽഹിയ മൗജൂദത്തുൻ, എന്നാൽ ആ തബഇയ്യത്ത് മൗജൂദത്താണ്, ഉണ്ട്. ഖാരിജഹു, വക്തിന്റെ ശേഷമുണ്ട്. അയലൻ വക്തിലുള്ള പോലെ തന്നെ ശേഷമുണ്ട്. അപ്പൊ ഖളാ കിട്ടുമ്പോൾ ഇശാസ്കരിച്ചിട്ടേ പറ്റുള്ളൂ എന്നർത്ഥം. ഇതിൽ ഖളാവ് കാരണം എന്താ? ഖളാ എന്നുള്ളത് യഹ്കിൽ അദാഇനെ ഹിക്കായത്ത് ചെയ്യുന്നതാണ്. ഫല്ലൗജഹു, അപ്പൊ അദാഇന്റെ ഹിക്കായത്താണല്ലോ ഖളാ എന്ന് പറയുന്നത്. അപ്പൊ ഔജഹ് എന്താ? അന്നഹു ലാ യജൂസു തഖ്ദീമു ശൈഇൻ മിൻ ദാലിക, ഈ പറഞ്ഞതിൽ നിന്ന് ഒന്നും മുന്തിക്കാൻ പാടില്ല. ശൈഇൻ മിൻ ദാലിക എന്ന് പറഞ്ഞാൽ റവാത്തിബുൻ ബഅദിയ്യത്ത്, അതും പറഞ്ഞല്ലോ. അതും വിത്തുറും, ഇതിനെ ഒന്നിനെയും ബന്ധിക്കാൻ പാടില്ല. അലൽ ഫർളി, ഫർളിനേക്കാൾ മുന്തിക്കാൻ പാടില്ല. തഖ്ദീമ് പാടില്ല, ഫർളിനേക്കാൾ പാടില്ല. ഫിൽ ഖളായി, ഖളായില് പാടില്ല. ഏതുപോലെ തന്നെ അദായില് പാടില്ലാത്ത പോലെ തന്നെ എന്നിങ്ങനെ പറഞ്ഞു. സുമ്മ റഅയ്തു ഇബ്നു അജീൽ റഹിമഹുല്ലാഹ് റജ്ജഹ ഹാദാ അയ്ലൻ. പിന്നെ ഇബ്നു അജീൽ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്, തർജീഹാക്കിയത് ഇതിനെ തന്നെ. പിന്നെ ഞാനിപ്പോ തർജീഹാക്കി ഔജഹ് എന്ന് പറഞ്ഞില്ലേ, അതിനെ തർജീഹാക്കിയതായി കണ്ടിട്ടുണ്ട് എന്ന്. വബഹസ ബഅ്ലുഹും, ഇനി ആ അയിമ്മത്തിന്ന് ബഅ്ലു ബഹ്സ് ചെയ്തിട്ടുണ്ട്. എന്ത്? അന്നഹു ലൗ അഖറൽ ഖബലിയ്യത, ഖബലിയായ റവാത്തിബ് സുന്നത്തിനെ പിന്തിച്ചു. എന്തിലേക്ക്? ഇലാമാ ബഅദൽ ഫർളി, ഫർളിന്റെ ശേഷമുള്ള സമയത്തേക്ക് പിന്തിച്ചു. അപ്പോ ളുഹറിന്റെ മുമ്പുള്ള നിസ്കരിച്ചില്ല, ളുഹർ നിസ്കരിച്ചു. ഇനി എന്താണ്? ളുഹറിന്റെ മുമ്പുള്ള നിസ്കാരം ശേഷം നിസ്കരിക്കുക. എന്നാൽ ജാസലഹു, ഇവന് ജായിസാണ് ജംഉഹ, ഈ ഖബലിയായ സുന്നത്ത് നിസ്കാരത്തെ ഒരുമിച്ച് കൂട്ടുക. മഅൽ ബഅദിയ്യത്തി, ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ കൂടെ ഒരുമിച്ച് കൂട്ടുക. എങ്ങനെ ഒരുമിച്ച് കൂട്ടാന്ന്? ബി സലാമിൻ വാഹിദിന്, ഒരു സലാമും ഉണ്ട്. അപ്പോൾ മുമ്പുള്ള 2 റക്അത്തും ശേഷമുള്ള 2 റക്അത്തും, അല്ലെ മുമ്പുള്ള 4ഉം ശേഷമുള്ള 4ഉം. അപ്പൊ മഗ്രിബിന്റെ ആണെ മുമ്പുള്ള 2ഉം ശേഷമുള്ള 2ഉം, ഇത് രണ്ടും കൂടി ഒറ്റ സലാം കൊണ്ട് 4 റക്അത്ത് അങ്ങ് നിസ്കരിക്കുക. ഇത് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുരിഖ, അത് ശേഷം വരുന്നുണ്ട്, അത് ശരിയല്ല എന്നുള്ളത്, ആ ബഹ്സ് ശരിയല്ല എന്നുള്ളത്. ഫുരിഖ ബൈന ഹാദാ വംദിനാഇ നളീരിഹി ഫിൽ ഈദൈനി, ഇതിന്റെയും എന്ന പോലെ ഇതിന്റെ നെളീർ പാടില്ല എന്നും പറഞ്ഞു. ഇതിവിടെ പറ്റുന്നല്ലേ പറഞ്ഞേ. നെളീർ എവിടെ? ഫിൽ ഈദൈനി, പെരുന്നാളില്. പെരുന്നാളില് എന്ന് പറഞ്ഞാല് ഒരു പെരുന്നാൾ നിസ്കാരം ബന്ധിച്ചു അടുത്ത പെരുന്നാൾ വരെ കള കിട്ടാമല്ലോ. അപ്പൊ അടുത്ത പെരുന്നാൾ ദിവസം എന്താ കള കിട്ടുക? അപ്പൊ അന്നത്തെ അതാ ആയ പെരുന്നാൾ നിസ്കാരവും ഈ മുമ്പ് കഴിഞ്ഞ കൊല്ലം കള ആയ പെരുന്നാൾ നിസ്കാരം രണ്ടും കൂടി കൂട്ടിയിട്ട് 4 റക്അത്ത് നിസ്കരിക്കുക. ഇത് പാടില്ല എന്നാ. അതാ ഇംതിനായ നളീരിഹി, ആ ജമ്മു പാടില്ല പെരുന്നാൾ നിസ്കാരത്തില്. ബി അന്നസ്സലാത്ത സമ്മ, ആ പെരുന്നാളിന്റെ അവിടെ നിസ്കാരം യസീറു നിസ്ഫുഹ കളാ വ നിസ്ഫുഹ അദാഅൻ, കണ്ട അതിന്റെ പകുതി 4 റക്അത്തിൽ 2 കളാവും 2 അദാവുമാണല്ലോ. വലാ നദീറ ലഹു, അങ്ങനെ എന്താണ് ജായിസാകുന്നതിന് അതാ ആയ 2 പകുതിയും എന്ന പോലെ കളാ ആയ പകുതിയും രണ്ടും കൂടി ഒരു സലാമോടുകൂടെ ആ കൂട്ടി നിസ്കരിക്കുന്നതിന് നദീറില്ല. അപ്പൊ അതുകൊണ്ട് അത് പറ്റൂല. പിന്നെ അതിനും പുറമെ ഒബിയന്നഹ, ആ പെരുന്നാൾ നിസ്കാരം ഉണ്ടല്ലോ, അഷ്ബഹത്തിൽ ഫർള, അത് ഫർളിനോട് ഷിബുഹുള്ളതാണ്, സാദൃശ്യമുള്ളതാണ്. അതെങ്ങനെ? ബി തലബിൽ ജമാഅത്തി ഫിഹ, ആ പെരുന്നാൾ നിസ്കാരത്തില് പിന്നെ ജമാഅത്ത് മത്ലൂബായല്ലോ, അതുകൊണ്ട് സുന്നത്താകൽ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫർളിനോട് ഷിബുണ്ട്. അപ്പൊ ആ ഫർള് 2 എണ്ണം കൂട്ടാൻ പറ്റുമോ? ഓരോ വശറും കൂടി അത് പറ്റൂലല്ലോ. എന്ന പോലെ തന്നെ ഫലാ തുഗയ്യറു അമ്മാ വറദ ഫിഹ, അപ്പൊ ആ അസ്സലാത്ത് സമ്മ എന്ന് പറഞ്ഞ ആ സലാത്തിലേക്കാണ് ഈ ലമീറൊക്കെ മടങ്ങുന്നത്. ഫലാ തുഗയ്യറു, അപ്പൊ ആ നിസ്കാരം എന്താണ്? പിന്നെ
മാറ്റം വരുത്തപ്പെടൂല. അമ്മ വറദ ഫിഹ ഒന്നിനെ തൊട്ടൊരു ഹൈഅത്ത് ഒരു രൂപത്തിനെ തൊട്ട് വറദ രൂപം വാരിതായിട്ടുണ്ട് ഫിഹ നിസ്കാരത്തില്, അതിനെ തൊട്ട് മാറ്റം വരുത്തൂല. തറാവീഹ് തറാവീഹ് നിസ്കാരം പോലെ തറാവീഹ് രണ്ടരക്കാത്തായിട്ടാവുന്ന 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. എന്ന പോലെ വമാ ബഹസഹു അവ്വലൻ, എന്നിട്ട് ബഹസ ബഅദുഹും എന്ന് പറഞ്ഞില്ലേ, എന്ത് മുമ്പുള്ള നിസ്കാരം ശേഷമുള്ളതിലേക്ക് പിന്തിച്ചു കഴിഞ്ഞാൽ അത് പറ്റും, ജമ്മാക്കാൻ പറ്റും എന്ന് പറഞ്ഞത്. അപ്പൊ അവലൻ എന്ന് പറഞ്ഞ ബഹ്സ അത്. പിന്നെ അതിന്റെ ശേഷം പറഞ്ഞതോ, അതിന്റെ ശേഷം പിന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോ പെരുന്നാൾ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞതിന് എന്ത് പറ്റൂല എന്നാ പറഞ്ഞത്. അപ്പൊ അതിൽ വ്യത്യാസമൊന്നുമില്ല, അതങ്ങനെ തന്നെ മസല. എന്നാൽ ആദ്യം ഈ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം പിന്നോട്ട് ബന്ധിച്ചാൽ എന്ന് പറഞ്ഞാൽ ആ ബഹ്സിൽ ഫീഹി നളറുണ്ട്, അതിൽ നളറുണ്ട്, ലാഹിർ തന്നെ. കാരണം എന്തായാലും ഇഖ്തിലാഫിൻ നീയത്ത് വ്യത്യാസം ഉണ്ടല്ലോ. ആദ്യത്തെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം അത് മുമ്പുള്ള 2 റക്അത്ത് എന്ന് പറഞ്ഞ് തന്നെ നിസ്കരിക്കേണ്ടതല്ലേ. മുമ്പും ശേഷവും റവാത്തിബ് ഉണ്ടാകുമ്പോൾ മുമ്പുള്ളതിനെ ശേഷമുള്ളതിനെ എന്താക്കണം, മുമ്പുള്ളത് ശേഷമുള്ളത് എന്ന് പറഞ്ഞിട്ട് തയ്യും ചെയ്യേണ്ടതല്ലേ. നീയത്ത് നിർബന്ധമുള്ളതാണ്. അപ്പൊ നീയത്ത് വ്യത്യാസമുണ്ട്, അപ്പൊ അതുകൊണ്ട് കൂട്ടാൻ പറ്റൂല. അപ്പൊ അതിന് പിന്നെ പറയാ ഫലഅല്ല ബഹ്സഹു മബ്നിയുൻ അലൽ ലഈഫി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ബഹ്സ് ലഈഫിന്റെ മേലെടുത്തായിരിക്കും. എന്താ ലഈഫ്? അന്നഹു ലാ തജിബു നിയ്യത്തുൽ ഖബ്ലിയ്യത്തുൽ ബഅദിയ്യത്തി, ഖബ്ലിയ്യത്ത് ബഅദിയ്യത്തിന്റെ നിയ്യത്ത് നിർബന്ധമില്ല എന്ന് ആ അഭിപ്രായത്തിന്റെ മേലെടുത്തായിരിക്കാം. അതിനും പുറമെ അലാ അന്നൽ വസ്ല കമാ യുഫ്ഹിമുഹു കലാമുഹും യഖ്തസ്സു ബി അബ്ആദി സലാത്തിൻ വാഹിദ. ഇനി അതിനും പുറമെ ആ ബഹ്സിൽ നളറുണ്ട് എന്ന് പറഞ്ഞ് ഇഖ്തിലാഫിൻ നിയ്യത്തി എന്ന് പറഞ്ഞ് അത് മാത്രല്ല വേറെയുണ്ട് എന്നാ അതിന്റെ വാക്യത്. അലാ അന്നൽ വസ്ല കൂട്ടി നിസ്കരിക്കല്, 2ലധികം റക്അത്തുകൾ കൂട്ടി നിസ്കരിക്കല്, കമാ യുഫ്ഹിമുഹു കലാമുഹും പിന്നെ അസ്ഹാബിന്റെ കലാമ് മനസ്സിലാക്കി തരും പോലെ, മനസ്സിലാക്കി തരുന്ന ഒന്നുപോലെന്ന്. എന്താണത്? യഖ്തസ്സു ബി അബ്ആദി സലാത്തി വാഹിദ, ഒരു നിസ്കാരത്തിന്റെ ബഅലുമായി പ്രത്യേകമാണ്. ഒരു നിസ്കാരത്തിന്റെ ബഅൽ അതിനെ എന്ത് ചെയ്യാവുള്ളൂ, കൂട്ടാൻ പറ്റുള്ളൂ. ഇന്നലെ നമ്മൾ വിത്തറിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഒരു നിസ്കാരത്തിന്റെ ബഅലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുക എന്നുള്ള 2ലധികം 4, 6 അങ്ങനെ കൂട്ടാം. റവാത്തിബിന്റെ മുമ്പുള്ളത് 2ഉം 4ഉം കൂട്ടാം. അങ്ങനെ വലൈസത്തിൽ ഖബ്ലിയ്യത്തു വൽ ബഅദിയ്യത്തു കദാലിക ഉണ്ടാവും. മുമ്പുള്ള നിസ്കാരവും ശേഷമുള്ള നിസ്കാരം ആ റവാത്തിബ് ഇങ്ങനെ ഒരു നിസ്കാരത്തിന്റെ ബഅലല്ലല്ലോ. കാരണം എന്താ? ഇഖ്തിലാഫിഹിമാ, ആ 2 നിസ്കാരവും വ്യത്യാസമുണ്ട്. വക്തൻ സമയം കൊണ്ടും വ്യത്യാസമുണ്ട്, ഗൈറഹു അതല്ലാത്ത കൊണ്ടും വ്യത്യാസമുണ്ട്. അല്ലാത്ത മുമ്പുള്ളതാകുക ശേഷമുള്ളതാകുക എന്നുള്ളത് തന്നെ അങ്ങനെ പല വ്യത്യാസമുണ്ട്. ഇനി വഖീല ശർതു ജവാസിൽ ഈതാരി ബിറക്അത്തിൻ, ഒരു റക്അത്ത് കൊണ്ട് വിത്ർ നിസ്കരിക്കണമെങ്കിൽ ഒരു ഷർത്ത് ഉണ്ട്. അക്കല്ല ഒരു റക്അത്താന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഒരു റക്അത്ത് കൊണ്ട് വിത്ർ നിസ്കരിക്കണമെങ്കിൽ ഒരു ഷർത്ത് ഉണ്ട് എന്നൊരഭിപ്രായം. കയ്യില എന്താണ് ആ ഷർത്ത്? ഷർത്ത് ജവാസ് എന്താണ്? സബുഖു നഫ്ലിൻ ബഅദൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു സുന്നത്ത് നിസ്കാരം വേണം. സുന്നത്ത് നിസ്കാരം മുൻകിടക്കണം. എന്തിനു മുൻകിടക്കണം? ഈ ഒരു റക്അത്തിന്റെ മുമ്പ് ഒരു സുന്നത്ത് നിസ്കാരം വേണം. ആ സുന്നത്ത് നിസ്കാരം വലവുമിൻ ഗൈരി സുന്നത്തിഹ, ഇശാഇന്റെ സുന്നത്ത് അല്ലാത്തതാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു 2 റക്അത്ത് സുന്നത്ത്, ഒരു മുത്തലഖ് സുന്നത്തായാലും മതി. പിന്നെ ലി തഖഅ ഹിയ മൂത്തിറത്തൻ ലി ദാലിക്കൻ നഫ്ലി, അപ്പൊ എന്താവും? സംഭവിക്കാൻ വേണ്ടി അതിങ്ങനെ ഷർത്താക്കിയത് ഹിയ, ആ ഒരു റക്അത്ത് സംഭവിക്കാൻ, മൂത്തിറത്തൻ അത് ഒറ്റയാക്കുന്നതാകുക, ലി ദാലിക്കൻ നഫ്ലി, ആ മുമ്പുള്ള നഫ്ല് 2 റക്അത്തായിരിക്കുമല്ലോ. ഒരു റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ 2 റക്അത്തായിരിക്കും. അപ്പൊ 2ന്റെ ശേഷം ഈ 1 നിസ്കരിക്കുമ്പോ മൊത്തം എന്തായി? ആ 2 വിത്രല്ല, അതിനെ വിത്തറാക്കുന്നല്ല, അതിനെ ഒറ്റയാക്കുന്ന അർത്ഥം. വിത്തറിന്റെ പ്രത്യേകതയാണല്ലോ ഒറ്റയാകുക എന്നുള്ളത്. അപ്പൊ അതിനെ ഒറ്റയാക്കും, പിന്നെ ഇരട്ട മാറ്റും. അപ്പോ വിത്തറിലും അങ്ങനെ തന്നെയാണ്. 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ വിത്തർ നിസ്കാരം എന്ന ആദ്യത്തെ 2 ഇരട്ട റക്അത്തുകൾ ഷഫ് ആയതിനെ എന്ത് ചെയ്യുക? പിന്നെ ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഒറ്റയാക്കുക ചെയ്യുക. അപ്പൊ വിത്തർ നിസ്കാരം എന്ന് പറഞ്ഞ ഒന്നുണ്ട് അവിടെ, ഇരട്ടയാകുക, ഷഫ് ആകുക, വിത്തറാകുക എന്ന ഒന്നുണ്ട്. അപ്പൊ അത് ഇവിടെ കിട്ടും എന്നർത്ഥം. റദ്ദൂഹു, എന്നാൽ ആ ഷർത്തിനെ അവർ റദ്ദ് ചെയ്തിട്ടുണ്ട്. അക്കീലെ റദ്ദ് ചെയ്തു. ബി അന്നഹു യക്ഫി കൗനുഹ വിത്തറൻ ഫീ നഫ്സിഹ, മറ്റൊന്നിനെ ഈത്താർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഫീ നഫ്സിഹ വിത്തറായ പോരെ.
യക്ഫി കൗനുഹ, ആ വിത്ര നിസ്കാരമാകുക, വിത്രം ഫീ നഫ്സിഹ, അല്ല എന്താണ് കൗനുഹ, ആ ഒരു റക്അത്താകുക, ഫീ നഫ്സിഹ വിത്രായ പോരെ, ഔ മൂത്തിറത്തൻ ലിമാ ഖബലഹ വലോ ഫർളൻ, അല്ല ഈത്താറ് വേണമെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് നിസ്കരിച്ചില്ല, അതിനെ വിത്രാക്കിയ പോരെ, വലോ ഫർളൻ, അതിന് മുമ്പ് നിസ്കരിച്ച ഫർളാണെങ്കിലും ശരി അതിനെ ഒറ്റയാക്കുന്നതായാൽ മതിയല്ലോ. ഇനി വൈസന്നു ലിമൻ വസിഖ ബി യഖളത്തിഹി, ഇനി ബി തയക്കുലിഹി എന്നവിടെ ഒരു നുസ്ഖുണ്ട്, ഉണരുമെന്ന് ഉറപ്പുള്ള ഒരുത്തന്, ഉസൂക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഉറപ്പുണ്ടായിരിക്കുക അങ്ങനല്ലേ, ഉണരും എന്ന് ഉറപ്പുള്ള ഒരുത്തന് സുന്നത്താണ്. വാറാദ സലാത്തം ബഅദ നൗമിഹി, ഉറങ്ങി എഴുന്നേറ്റിട്ട് എന്താണ് നിസ്കരിക്കണം എന്ന് വിചാരിക്കുകയും ചെയ്തു. അല്ല ഉണരും എന്ന് വിചാരിച്ചുകൊണ്ട് 4 മണിക്ക് എഴുന്നേറ്റ് എവിടെ 3 മണിക്ക് എഴുന്നേറ്റ് യാത്ര പോകാനുള്ളത്, അപ്പം നിസ്കരിക്കാനൊന്നും വിചാരിച്ചില്ല. എന്നാൽ പിന്നെ എന്താണ് വിത്തർ ബന്ധിക്കൽ സുന്നത്തില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ സുലുസുല്ലയിലിന്റെ മുമ്പ് തന്നെ എന്താണ് ഇശാ കഴിഞ്ഞ ഉടനെ നിസ്കരിച്ചു പോലെ അഫ്ളല്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ വാറാദ സലാത്തം ബഅദ നൗമിഹി ജഅലഹു യുസന്നു ജഅലുഹു, ആ വിത്തറിനെ ആക്കുക, കുല്ലിഹി അത് മുഴുവനാക്കുക എന്നാ, എത്രയാണോ നിസ്കരിക്കുന്നത് അത് മുഴുവൻ എന്താണ് വിത്തർ മുഴുവൻ, അല്ലാതെ കുറച്ചാദ്യം നിസ്കരിക്കുക ബാക്കി പിന്നെ നിസ്കരിക്കുക അങ്ങനല്ല. ജഅലുഹു കുല്ലിഹി ആഖിറ സലാത്തിൽ ലൈൽ, ഇവന്റെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷാക്കുക, അവസാനാക്കുക. സലാത്തുല്ലൈൽ എന്ന് പറഞ്ഞപ്പോ അല്ലത്തി യുസല്ലിഹ ബഅദ നൗമിഹി, അവൻ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ അവസാനാക്കുക. അതെങ്ങനെ കിട്ടിയത്? അങ്ങനെ കൈതുണ്ടെങ്കിൽ മുസന്നിഫ് പറഞ്ഞിട്ടില്ല, ആഖിറ സലാത്തിൽ ലൈലി എന്നല്ലേ പറഞ്ഞേ. വയുസന്നു ജഅലുഹു ആഖിറ സലാത്തിൽ ലൈലി എന്ന് പറഞ്ഞാല് അതിന്റെ ലാഹിർ ഇവന് ഉറങ്ങിയാലും ശരി ഇല്ലെങ്കിലും ശരി എപ്പോ നിസ്കരിച്ചാലും എന്താക്കുക, രാത്രിയിൽ മൊത്തം ഇവൻ എപ്പം നിസ്കരിക്കുക അതിന്റെ അവസാനം നിസ്കരിക്കുക. അപ്പോൾ ഒരുത്തൻ എന്താണ് തഹജ്ജുദൊന്നും നിസ്കരിക്കൂല, ഇശാ നിസ്കരിച്ച് പിന്നെ സുന്നത്ത് നിസ്കരിക്കാണ്ട് പിന്നെ വിത്തർ നിസ്കരിക്കാനുണ്ട്. അപ്പൊ ഈ മത്തനിന്റെ ലാഹിർ അനുസരിച്ച് എന്താണ് ഇശായിന്റെയും എന്ന പോലെ അതിന്റെ സുന്നത്തിന്റെയും ശേഷം വിത്തർ നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്ന് വരും അല്ലെ. പിന്നെ അങ്ങനെ ആശയക്കാർ പറയുന്നുണ്ട് അങ്ങനെയാണ് മസല. അപ്പൊ അത് എന്താ മുസന്നിഫിന്റെ ഇത്തലാഖ് അനുസരിച്ച് അങ്ങനെയല്ലേ, ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അങ്ങനെ കൈതു കൊടുക്കേണ്ടതില്ലായിരുന്നോ എന്ന് പറയുന്നുണ്ട്. പിന്നെ മസല അങ്ങനെ തന്നെയാണ്. അല്ല ഇനി ഉറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അവസാനത്തെ നിസ്കാരവും വിത്തർ തന്നെ ആക്കുക എന്നുള്ളതാ. ഇനി ഈ അല്ലത്തി യുസല്ലിഹ ബഅദ നൗമിഹി എന്ന് പറഞ്ഞ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇതിനെ കൈതു കൊടുത്തത് അത് ഈ സ്വലാത്തുൽ ലൈൽ എന്ന് പറഞ്ഞാല് എന്താണ്, അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ തഹജ്ജുദിനെ കുറിച്ച് ഉറങ്ങി എഴുന്നേറ്റ നിസ്കാരത്തെ കുറിച്ചാണ് അത് പറയല്. അതുകൊണ്ടാ അതാ പറഞ്ഞ വലം യഹ്തജ്, മുസന്നിഫ് ആവശ്യമായില്ല ഇലൈഹി ഈ ഖൈദിലേക്ക്. ഇത് അല്ലത്തി യുസല്ലിഹ ബഅദ നൗമിഹി എന്ന് പറഞ്ഞ ഖൈദുണ്ടെങ്കിൽ അത് ഖൈദ് പറഞ്ഞ് മുസന്നിഫ് പറഞ്ഞില്ലല്ലോ, അപ്പൊ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും അന്ന ആ സ്വലാത്തുൽ ലൈൽ എന്നുള്ളത് ഹൈസൂത്തിലേക്കത്ത് അത് ഇത്തിലാക്കാക്കുമ്പോ ഇൻസറഫത്തിൽ ഇതായിരിക്കും, അത് ഉറങ്ങി എഴുന്നേറ്റ നിസ്കാരത്തിനെ കുറിച്ചാ പറയാ. അപ്പൊ ഈ എന്താണ് ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ അവസാനാക്കല് സുന്നത്തുണ്ട്. അപ്പൊ ഇമാമ എന്താണ് ആ ഖൈദ് ഉണ്ടാവുമ്പോ അതനുസരിച്ച് എന്താണ് അതിന് തഹജ്ജുദിന്റെ മസലേ പറഞ്ഞിട്ടുള്ളൂ എന്നർത്ഥം, അതിന്റെ അവസാനാക്കുക എന്നുള്ളത്. ഇശാന്റെ മുമ്പുള്ള മസല പറഞ്ഞിട്ടില്ല. പിന്നെ ഇൻസറഫത്തിൽ ഇതായിരിക്കാം മിൻ റാത്തിബത്തിൻ, ആ സലാത്തുൽ ലൈൽ എന്ന് പറഞ്ഞത് ഏതെല്ലാം ആകാം, അത് റാത്തിബാകാം. ഇശാന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, അത് പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വെച്ചതാ. എന്നാൽ അതിന്റെ അവസാനം എന്ത് ചെയ്യുക, വിത്തർ നിസ്കരിക്കുക. ഔ തറാവീഹ അല്ലെ തറാവീഹാകാം, ഔ തഹജ്ജുദിൻ അല്ലെ തഹജ്ജുദാകാം, ഏതായാലും മതി. ലിൽ അംരി ബിഹി, ഇങ്ങനെ ആഖിർ ആക്കണം എന്ന് കൽപ്പന ഉള്ളത് കൊണ്ട്, ലിൽ അംരി ബിഹി എന്ന് പറഞ്ഞാൽ ജഅലു കൊണ്ട് കൽപ്പന ഉണ്ട്. ഫിൽ ഖബറിൽ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസില് അതെ ഹദീസിൽ കൽപ്പന ഉണ്ട്. വദാലിക ലിൽ ഇത്തിബാഇ, കൽപ്പന ഉണ്ട്. പിന്നെ വദാലിക ലിൽ ഇത്തിബാഇ ഈ നുസ്ഖയില് വലിൽ ഇത്തിബാഇ എന്ന് എന്ത് വേറെ നുസ്ഖ ഉണ്ട്, അതാണ് കൂടുതൽ ലാഹിർ. കാരണം എന്താ, അങ്ങനെ കൽപ്പനയുണ്ട് അമ്രുണ്ട് എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫെയിലും ഉണ്ട്. ഇത്തിബാഇ ഫെയിലിനെ കുറിച്ചാണല്ലോ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ പിന്നെ വബിഹി യഹ്സുലു ഫളലു തഹജ്ജുദി,
ഇനി വിത്ർ നിസ്കരിക്കൽ കൊണ്ട് തഹജ്ജുദിന്റെ മഹത്വം കിട്ടും. ഉറങ്ങിയതിന് ശേഷം വിത്ർ നിസ്കരിക്കുമ്പോൾ അതല്ല ബിഹി. കാരണം എന്താ, ലിമാ ബൈനഹുമാ മിനൽ ഉമൂമി വൽ ഖുസൂസിൽ വജ്ഹി, രണ്ടിന്റെ ഇടയിൽ ഉമൂമും ഖുസൂസും മിൻ വജ്ഹുണ്ട്. ഇത് യജ്തമിയാനി ഫി സലാത്തിൻ ബഅദൻ നൗമി ബിനിയ്യത്തിൽ വിത്രി, കാരണം അത് രണ്ടും ഒരുമിച്ച് കൂടും ഒരു നിസ്കാരത്തിൽ. ഉമൂമും ഖുസൂസും മിൻ വജ്ഹ് എന്ന് പറഞ്ഞാൽ അതിൽ ഇജ്തിമാഇന്റെ ഒരു രൂപവും ഇഫ്തിറാഖിന്റെ രൂപവും ഉണ്ടാകണ്ടേ. അപ്പൊ രണ്ടും ഒരുമിച്ച് കൂടും, വിത്റും തഹജ്ജുദും. ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുക, വിത്ർ എന്ന നെയ്യത്തോടുകൂടെ നിസ്കരിക്കുക. അപ്പൊ അത് വിത്റുമായി തഹജ്ജുദുമായി. പിന്നെ വയംഫരിദുൽ വിത്രു, വിത്ർ മുൻഫരിദാകും, അത് ഇഫ്തിറാഖിന്റെ അബി സലാത്തിഹി ഖബലൻ നൗമി, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നെയ്യത്ത് നിസ്കരിച്ചാൽ വിത്ർ മാത്രമേ ആവുള്ളൂ, തഹജ്ജുദ് ആവില്ല. തഹജ്ജുദ്, തഹജ്ജുദ് എന്നത് മുൻഫരിദാകും, അത് ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. ബി സലാത്തിഹി ബഅദഹു, വിത്ർ നിസ്കരിക്കുക അല്ല തഹജ്ജുദ് നിസ്കരിക്കുക ബഅദഹു, പിന്നെ ഉറങ്ങിയതിന്റെ ശേഷം. മിൻ ഗൈരി നിയ്യത്തിൽ വിത്തിരി, വിത്ർ നിയ്യത്ത് ചെയ്യാതെ നിസ്കരിക്കുക. ബി സലാത്തിഹി ഈ നുസ്ഖയിലുള്ളത്. ചില നുസ്ഖയിൽ ബി സലാത്തിൻ ബഅദഹു എന്നാണ്, ബി സലാത്തിൻ ബഅദഹു, അതാണ് നുസ്ഖ ലാഹിർ. ഉറങ്ങിയതിന്റെ ശേഷം നിസ്കരിക്കുക, വിത്റിന്റെ നിയ്യത്തില്ലാതെ. അപ്പൊ അതുകൊണ്ട് തഹജ്ജുദ് കിട്ടും. ഇനി ഫമാവക്ക ലഹുമാ ഹുന, ഇനി ഇവിടെ എന്താണ് അവർക്ക് രണ്ടാൾക്കും, ആർക്ക് ഇമാം റാഫി റളിയല്ലാഹു അൻഹു നബി റളിയല്ലാഹു അൻഹു രണ്ടുപേർക്കും ഇവിടെ എന്താണ് സംഭവിച്ച ഒന്ന്, അത് മിൻഹാജിലല്ല റൗളയിലും എന്ന പോലെ ഷറൽ കബീറിലുമാണ്. എന്താണ് ഇവിടെ സംഭവിച്ചൊന്ന്, മിൻ സിദ്ഖിഹി അലൈഹി, ഈ വിത്ർ എന്നത് എന്ത് സാദിഖാവും, എന്തിന്റെ മേല്, തഹജ്ജുദിന്റെ മേലും സാബിഖാവും. വിത്ർ എന്നുള്ളത് അല്ല, തഹജ്ജുദ് മിൻ സിദ്ഖിഹി എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് എന്നുള്ളത് സാദിഖാവും വിത്റിനെ കുറിച്ച്. ആ തിരിച്ചുള്ള മീർ ഉറക്കാൻ ഷെർവാനി പറയുന്നുണ്ട്. തഹജ്ജുദ് എന്നത് എന്താണ് സാദിഖാവും, എന്തിന്റെ മേലിൽ സാദിഖാവും, വിത്റിന്റെ മേലിൽ സാദിഖാവും. അതിപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഉറങ്ങി എഴുന്നേറ്റിട്ട് വിത്ർ നിയ്യത്ത് നിസ്കരിച്ചാൽ അതുകൊണ്ട് തഹജ്ജുദ് ആവുമെന്ന്. അപ്പൊ എന്നാണ് ഇവിടെ പറഞ്ഞത്, അപ്പറഞ്ഞതിൽ ആ യുനാഫി, അത് എതിരല്ല. ഖൗലഹുമാ ഫിൻ നിക്കാഹി, നിക്കാഹിന്റെ ബാബിൽ അവർ രണ്ടാളും പറഞ്ഞതിനെതിരല്ല. നിക്കാഹിന്റെ ബാബിൽ എന്താണ്, ഇന്നഹു ഗൈറുഹു, ആ തഹജ്ജുദ് എന്ന് പറഞ്ഞത് വിത്ർ അല്ലാത്തതാണ് എന്ന് പറഞ്ഞു. എന്താ നിക്കാഹിന്റെ ബാബിൽ അത് പറയാൻ കാരണോ, അത് നിക്കാഹിന്റെ ബാബിലാണ് എന്ത് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസായിസ് ഫുഖഹാ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് ഖസായിസ് ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് 4 ഇൽമ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മുദവ്വനായിട്ടുണ്ടല്ലോ. ഒന്ന് ഷമായില്, ഒന്ന് ഖസായിസ്, ഒന്ന് ദലായില്, ഒന്ന് ഷമായിൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി എന്താണ് യുമായി ബന്ധപ്പെട്ട്, ആ ശഖ്സിയത്തുമായി ബന്ധപ്പെട്ടിട്ട് 4 ഇൽമ് തന്നെ മുദവ്വനായിട്ട്, അത്രയും എന്താണ് വിശാലമായ ശഖ്സിയത്തുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സാധാരണ മനുഷ്യനാണെന്നൊക്കെ പറയുന്നത് വെറും അന്ത്യം കമ്മിത്തരം എന്ന് പറഞ്ഞാല്, ആ 4 ഇൽമില് എത്രത്തോളം ഒരാളിന് എന്താണ് അറിവുണ്ടാകുന്നോ അതിനനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനവും മഹബത്തും എന്താണ് വർദ്ധിക്കുക എന്ന കൈമത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വെറുതെ ഇങ്ങനെ പാട്ടുപാടിയാലൊന്നും മഹബത്ത് ഉണ്ടാവില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അറിഞ്ഞിട്ട് വരണം, അപ്പോഴാണ്. അപ്പൊ ആളെ അറിയാനുള്ള ഇൽമാണ് ഈ പറയുന്ന 4 ഇൽമും. പിന്നെ അപ്പൊ അത് 4 നേരെ എന്താണ് നല്ല വിവരം ഉണ്ടാകുമ്പോഴാണ് മഹബത്ത് പൂർത്തിയാകുക. അങ്ങനെയാ. അപ്പൊ അതിന്റെ കിതാബൊക്കെ മുത്താല ചെയ്യണം. അപ്പൊ അത് ഖസായിസ് ഫുഖഹാ പറയല് നിക്കാഹിന്റെ ബാബില. അത് നിക്കാഹിന്റെ ബാബിൽ പറയാൻ കാരണം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധിക ഖസായിസ് അധികവും നിക്കാഹുമായി ബന്ധപ്പെട്ടിട്ടാ. അപ്പൊ അതുകൊണ്ട് എന്താണ് നിക്കാഹിന്റെ മസലയും ബന്ധപ്പെട്ടതായതുകൊണ്ട് അവിടെ പറയാതെ, അതായത് നിക്കാഹിൽ ഇത് എന്താണ് എന്റെ ചർച്ച വന്നത്. അലാ അന്നൽ ഖസ്ദഹുന, അതിനും പുറമെ ഇവിടെ ഉദ്ദേശം മുജറദു തസ്മിയത്തി, അത് പേര് മാത്രം പറയലാണ്. വിത്ർ എന്ന് പറഞ്ഞ പേര് പറഞ്ഞത്, തഹജ്ജുദ് എന്ന് പറഞ്ഞ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സാദിഖാവൂല്ല എന്നുള്ളതാ. അപ്പൊ സമ്മ അവിടെ പറയുന്നത് പേര് പറയലല്ല. ഇവിടെ ഉള്ളത് അവിടെ ഉള്ളതിന് എതിരല്ല എന്ന് പറഞ്ഞിട്ട് എന്തിന്റെ മേലെടുത്തിട്ട് എതിരല്ല എന്ന് പറഞ്ഞത് ഇതിന്റെ മേലെടുത്തിട്ടല്ല. ആയുനാഫി അല അന്നൽ ഖസ്ദഹുന, അലാവത്തിനല്ല, അലാവത്തിനല്ല.
എതിരാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേലെ എടുത്തിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? തസ്മിയത്താണ്. അവിടെ പറയുന്നതോ സമ്മ, അവിടെ ഉദ്ദേശം ബയാനു അന്ന തഹജ്ജുദൽ വാജിബ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാജിബായിരുന്ന തഹജ്ജുദ് അവലൻ, ആദ്യം നിർബന്ധമായിരുന്നത് ലാ യക്ഫി അൻഹുൽ വിത്റു, അതിന് പകരം വിത്ർ നിസ്കരിച്ചാൽ മതിയാവൂല എന്നാണ്. അന്നല്ലദി ഇഖ്തുലിഫ ഫീ നസ്ഖി വുജൂബിഹി അൻഹു, അന്നല്ലദി ഒരു നിസ്കാരം ഇഖ്തുലിഫ അയിമത്ത് ഇഖ്തിലാഫ് ആയിട്ടുണ്ട് ഫി നസ്ഖി വുജൂബിഹി, അതിന്റെ വുജൂബ് നസ്ഖ് ചെയ്യപ്പെട്ടു. ആരത്തൊട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട്. അൻഹു, ആ ഒന്നാകുന്നത് മാഅദൽ വിത്ര, വിത്തർ അല്ലാത്തതാണ് എന്നതാണ് അവിടെ ചർച്ച. അപ്പോൾ ആ തഹജ്ജുദാണ്, അത് മൻസൂഖായോ അല്ല എന്നുള്ള ഖിലാഫൊക്കെ ഉണ്ട്. ആ തഹജ്ജുദ് ഏത് എന്നുള്ളതാ, അത് വിത്തറല്ല എന്നാ പറഞ്ഞത്. ഇവിടെ എന്താണ്? പേരങ്ങോട്ടും ഇങ്ങോട്ടും സാധിക്കാവും, അതിന്റെ മേലെടുത്താൽ എതിരല്ല എന്ന് പറഞ്ഞു. ഇനി വഖറജബി കുല്ലിഹി, കുല്ലും ബിന്ദിക്കുക എന്ന് പറഞ്ഞല്ലോ അല്ലേ? ജാലു കുല്ലിഹി, ജാലുഹു കുല്ലിഹിന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കൂട്ടി. ആ കുല്ലുകൊണ്ട് ബഅലുഹു, ബഅൽ ഖാരിജായി. ഫലാ യുസല്ലിഹ ജമാഅത്തൻ, അപ്പൊ ആ വിത്തറിനെ നിസ്കരിക്കരുത് ജമാഅത്തായിട്ട്. ഇസ്ര തറാവീഹ, തറാവീഹിന്റെ ഉടനെ ഖബലൻ നൗമി, ഉറങ്ങുന്നതിന്റെ മുമ്പ്. സുമ്മ ബാക്കിയഹു, യുസല്ലി ഫലാ യുസല്ലിഹി എന്ന് പറഞ്ഞാൽ ബഅലിനെ നിസ്കരിക്കുക. കാരണം ജമാഅത്തായിട്ട് പള്ളികളിലൊക്കെ 3 റക്അത്തല്ലേ നിസ്കരിക്കുള്ളൂ. അപ്പോൾ 3 റക്അത്ത് നിസ്കരിക്കുക. സുമ്മ ബാക്കിയഹു, ബാക്കി 8 നിസ്കരിക്കുക. എവിടെ 8 അല്ലെങ്കിൽ ബാക്കി എത്രയെന്ന് വിചാരിച്ചാൽ ബഅദഹു, ഉറങ്ങിയതിന്റെ ശേഷം നിസ്കരിക്കുക. അങ്ങനെ ബഅലും ആക്കൽ സുന്നത്തില്ല. ഫൈൻ അറാദൽ ജമാഅത്ത മാഹും ഫീഹി, അപ്പൊ ഇവന് ജമാഅത്ത് ഉദ്ദേശിച്ചാല് ആരുടെ കൂടെ? മാഹും, പിന്നെ തറാവി നിസ്കരിക്കുന്നവരോട് കൂടെ. ഫീഹി, ബഅലില് ജമാഅത്ത് ഉദ്ദേശിക്കുക. അതായത് വിത്തറിന്റെ ബഅലെല്ലാവരും നിസ്കരിക്കുള്ളൂ. അപ്പൊ ആ ജമാഅത്ത് കിട്ടണമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യുക? നവാ നഫ്ല മുത്തലക്ക, അത് നഫ്ല് മുത്തലക്കായിട്ട് കൂട്ടിയിട്ട് 3 റക്അത്ത് അവരോട് നിസ്കരിച്ചാൽ മതിയല്ലോ. വിത്തർ ഫുള്ള് പിന്നെ അവസാനം നിസ്കരിച്ചോട്ടെ, അങ്ങനെയാണ്. അപ്പോ തഖീർ ചെയ്യുന്ന സ്ഥലത്ത് ഈ ജമാഅത്ത് നഷ്ടപ്പെടും. എന്നാലും തഖീറാണ് നല്ലത് എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. കാരണം ആ തഖീറിന് മഹത്വം കൂടുതലുണ്ട്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിച്ചിട്ടാണ് നിസ്കരിച്ചിരുന്നത്. അപ്പൊ ഇത്തിബാവ് ഉണ്ട്, എന്താണല്ലോ അതിന്റെ കൽപ്പനയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് അങ്ങനെ വരും. ഇനി ഫൈനൗത്തറ സുമ്മ തഹജ്ജദ, അപ്പൊ ഇനി ഒരാള് വിത്ർ നിസ്കരിച്ചു, പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചോ അക്കസ, അല്ലെങ്കിൽ തിരിച്ചാക്കി. ആദ്യം എന്ത്? തഹജ്ജുദ് നിസ്കരിച്ചു, പിന്നെ വിത്ർ നിസ്കരിച്ചു. ഔ ലം യതഹജ്ജദ അസ്ല, അല്ലെങ്കിൽ തീരെ തഹജ്ജുദ് നിസ്കരിച്ചില്ല, വിത്ർ മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ. എന്നാൽ ലം യുഇദുഹു, ആ വിത്തറിനെ മടക്കരുത്. മടക്കൽ മത്ലൂബില്ല. ഐ ലം യുന്ദബ്, ഐ ലം യുശ്റഅ ലഹു ഇആദത്തുഹു, വിത്തറിനെ മടക്കി നിസ്കരിക്കൽ മശ്റൂഇല്ല. ഫഇന്ന ആദഹു ബിനിയ്യത്തിൽ വിത്രി, അപ്പോ മന്ദൂബ് മത്ലൂബ് അല്ലാത്ത കാര്യമാണ്. അപ്പൊ ഇനി വിത്തറിന്ന് നിയ്യത്ത് ചെയ്തിട്ട് ആദ്യം എന്താണ് ഇശാന്റെ നിസ്കരിച്ചത്, അത് തന്നെ എന്താണ് അവസാനം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒന്നുകൂടി നിസ്കരിച്ചു. അങ്ങനെ ആയാലോ? അങ്ങനെ നിസ്കരിച്ചാൽ ഫൽഖിയാസു ബുത്തുലാനുഹു മിനൽ ആലിമി ബിൻ നഹിലാത്തി, ശേഷം വരുന്ന നഹി അറിയുന്ന ആളിൽ നിന്ന് നമസ്കാരം ബാത്തിലാന്ന ഖിയാസ്. വയില്ല, അങ്ങനെ അറിയില്ലെങ്കിൽ എന്താണ്? വഖാലഹു നഫ്ലൻ മുത്തലഖ, നഫ്ലൻ മുത്തലഖാവും. വദാലിക ലിൽ ഖബറി സഹീഹി ലാ വിത്റാനി ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ 2 വിത്തറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ബാത്തിലാകുമെന്ന് പറഞ്ഞത്. വലാ യുക്റഹു തഹജ്ജുദുൻ വലാ ഗൈറുഹു ബഅദ വിത്രി, വിത്ർ നിസ്കരിച്ചതിന്റെ ശേഷം തഹജ്ജുദോ അല്ലെങ്കിൽ മറ്റു നിസ്കാരമോ കറാഹത്തുണ്ടോ? അത് കറാഹത്തില്ല. ലാക്കിൻ യംബഗി തഖീറുഹു അൻഹു, എന്നാല് ആ വിത്തറിനെ പിന്തിക്കൽ വേണ്ടതാണ്. അൻഹു, ആ തഹജ്ജുദിനെയും ഗൈറിനെയും തൊട്ട്, മറ്റു നിസ്കാരങ്ങളെ തൊട്ട് പിന്തിക്കണം എന്നറിഞ്ഞു. പിന്നെ അതാണ് വേണ്ടത് എന്നറിഞ്ഞു. അപ്പൊ ഇവിടെ ഇത്തലാക്കാക്കിയല്ലേ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്. അപ്പൊ നേരത്തെ പറഞ്ഞ മസല കിട്ടി. തഹജ്ജുദും വലാ ഗൈറുഹു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇശാന്റെ ശേഷം എന്താണ്? സുന്നത്ത് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ സുന്നത്തിന് മുമ്പ് വിത്തർ നിസ്കരിച്ചാൽ കുഴപ്പമില്ല. വിത്തറിന്റെ ശേഷം ഇശാന്റെ സുന്നത്ത് നിസ്കരിക്കുന്നതുകൊണ്ട് കറാത്തൊന്നും വരൂല. പക്ഷെ എന്തായി? ഇത് വിത്തറിന് ആ ഇശാന്റെ സുന്നത്തുള്ളതിനേക്കാൾ പിന്തിക്കലാ നല്ലത്. അങ്ങനെ വന്നല്ലോ. ഈ എംബഗി എന്ന് പറഞ്ഞാല് പിന്നെ ചിലടത്ത് വാജിബിന് വരും, ചിലടത്ത് സുന്നത്തിനും വരും. ഇവിടെ സുന്നത്തിനാ. കാരണം മുമ്പ് പറഞ്ഞല്ലോ ജാലുഹു ആഖിറ സലാത്തിൽ ലൈലി എന്ന് പറഞ്ഞപ്പോ ഈ അവിടെ യുസന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എംബഗി എന്ന് പറഞ്ഞാൽ ആ സുന്നത്തിനെ കുറിച്ചാണ്. ഇനി വലവ് ഔത്തറ സുമ്മ അറാദ സലാത്തൻ, അപ്പോൾ ഒരുത്തൻ വിത്തർ നിസ്കരിച്ചു, അത് കഴിഞ്ഞപ്പോൾ വേറെ നിസ്കാരം നിസ്കരിക്കണമെന്ന് തോന്നി. ചിലപ്പോൾ ഈ തസ്ബീഹൊക്കെ നിസ്കരിക്കുമല്ലോ. അഖറഹ ഖലീലൻ, എന്നാൽ ഉടനെ നിസ്കരിക്കരുത്, അല്പം ബിഞ്ച് നിസ്കരിക്കലാ നല്ലത് എന്ന്.
വക്കീല അപ്പോ എന്താണ് ഇങ്ങനെ ഒരല്പം പിന്തിച്ച് സ്കരിക്കലാ നല്ലത് എന്നാണ് അല്ലെ. ഫൈനൗത്തറ സുമ്മ തഹജ്ജദ ലം യുഈദ് എന്ന് പറഞ്ഞില്ലേ. ഒരുത്തൻ വിത്ർ സ്കരിച്ചു പിന്നെ എന്താണ് തഹജ്ജുദ് സ്കരിച്ചു എന്നാൽ മടക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഒരു അഭിപ്രായമുണ്ട്. വക്കീല യശ്ഫഉഹു ബിറക്അത്തിൻ, ആ തഹജ്ജുദിനെ എന്താക്കണം ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ല ഒരു റക്അത്ത് നിസ്കരിച്ച് ആ വിത്തറിനെ എന്താണ് ഇരട്ടയാക്കുക. അപ്പോൾ ആദ്യം നിസ്കരിച്ച വിത്തറിൽ ഒരു റക്അത്ത് ഉണ്ട്, 3 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 7 5 ഒക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം ഒരു റക്അത്ത് നിസ്കരിക്കുക. ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ നേരത്തെ നിസ്കരിച്ച 3 4 ആയല്ലോ. അതെ, ഇനി എന്താക്കുക സുമ്മ യുഈദുഹു, പിന്നെന്ത് ചെയ്യുക വിത്തറിനെ മടക്കുക. വിത്തറിനെ മടക്കുക എന്ന് പറഞ്ഞാൽ അവസാനം ഒരു റക്അത്ത് അല്ലെങ്കിൽ എന്താണ് 3 റക്അത്ത് നിസ്കരിക്കുക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാലോ അതാ ഐ വക്കീല യശ്ഫഉഹു ബിറക്അത്തിൻ സുമ്മ യുഈദുഹു എന്ന് പറഞ്ഞാൽ ഐ യുസല്ലി റക്അത്തൻ ഹത്താ യസീറ വിത്റുഹു ശഫഅൻ, ഇവൻ ആദ്യം നിസ്കരിച്ച ആ വിത്തർ നിസ്കാരം ഇരട്ടയാവും, അതിന് ഒരു റക്അത്ത് നിസ്കരിക്കുക. സുമ്മ യുഈദുഹു, പിന്നെ വിത്തറിനെ മടക്കുക. ലിയഖഅൽ വിത്റു ആഖിറ സലാത്തി, അതെന്തിനാ വിത്തർ നിസ്കാരത്തിന്റെ അവസാനമാകാൻ വേണ്ടി അങ്ങനെ മടക്കുക. കമാ കാന യഫ്അലുഹു ജമ്മുൻ മിന സഹാബത്തി റളിയല്ലാഹു അൻഹും, സഹാബത്തിൽ നിന്ന് റളിയല്ലാഹു തആല അൻഹും ആ ഒരു ജമ്മു അങ്ങനെ ചെയ്തിരുന്നു എന്നാ. വയുസമ്മ നഖലൽ വിത്രി, ഇതിന് എന്ത് പറയുകയും ചെയ്യും, ഇങ്ങനെ ഒരു റക്അത്ത് നിസ്കരിക്കുന്നതിന് വിത്തറിനെ പൊളിക്കുക എന്ന് പറയും. വിത്തറ് ഇരട്ടയാക്കിയല്ലോ, ഇരട്ടയാക്കിയല്ലോ, അപ്പോൾ അത് പൊളിഞ്ഞില്ലേ. ലാക്കിൻ ഫിൽ ഇഹ്യായി, പക്ഷേ ഇഹിയയിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് അന്നഹു സഹൻ നഹിയു അൻഹു, അങ്ങനെ എന്താണ് ചെയ്യുന്നതിനെ തൊട്ട് നെഹി വന്നിട്ടുണ്ട്. നഖലുൽ വിത്തർ എന്ന് പറഞ്ഞതിനെ തൊട്ട് നെഹി വന്നിട്ടുണ്ട് എന്നാ. പിന്നെ അപ്പോൾ സഹാബത്തിൽ ചിലവരങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നെഹി വന്നു, അപ്പോൾ അവർ നിർത്തിയിട്ടുണ്ടാവും, അല്ലെ അവർ ഈ നെഹി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി എന്താണ് കുനൂത്ത്, വിത്തറിൻ്റെ അവസാനം എന്താക്കണം കുനൂത്ത് ഓതണം വസ്സലേ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.